വൈകിപ്പോയി നേരത്തെയാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും പാർട്ടികളുടെ മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ ആർട്സ് ഭാഷയാണ് കുടുംബാംഗങ്ങളെ ഏറ്റവും ഉചിതമായി ഇത്തരം രീതിയിൽ നടത്തണമെന്നുള്ള ആഗ്രഹം ഏറെ സന്തോഷിക്കും. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കേരള പ്രവാസി സംഘടന സ്റ്റേറ്റ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഗൗരവ നാം ഒരു വേള നോട്ടീസിൽ പേരെല്ലാം രേഖപ്പെടുത്തിയിരുന്നത് ഇതിന്റെ ഉദ്ഘാടനം പൊതുപ്രസ്ഥാനത്തിന്റെ കമ്മിറ്റി ഏരിയ സെക്രട്ടറി എബി വർഗീസ് ആയിരിക്കും. അദ്ദേഹത്തിന്റെ വൈകുന്നേരം എത്താൻ കഴിയാത്തതിന്റെ ഭാഗമായി കേരള പ്രവാസി സംഘത്തിന്റെ കമ്മിറ്റിയുടെ രക്ഷാധികാരി ഏതൊരു കാര്യത്തിലും നമുക്ക് സമീപിക്കാവുന്നതും നമ്മളോട് ചേർന്ന് നിൽക്കുന്നതുമായ റഹ്മാനാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ ആശംസകൾ സെക്രട്ടറി അതുപോലെ തന്നെ സിപിഐഎമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗം സഖാവ് തുടങ്ങി ഈ സമ്മേളനത്തിൽ ആശംസകൾ എന്നെ അർപ്പിതമായത് ഈ കമ്മിറ്റിയുടെ 3 വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കുക. ഒരു പ്രസ്ഥാനത്തിന് അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കും. ഓരോരുത്തരും സ്വയം തിരഞ്ഞെടുത്ത് ഓരോ യൂണിറ്റുകൾ നൽകുമ്പോൾ സബ്സിഡി ഇനത്തിൽ 30 ലക്ഷം വരെ സഹായം നൽകുന്ന നോക്കിയാണ്. 10 ലക്ഷം വരെ നൽകുന്ന സംരംഭങ്ങൾക്ക് ബാങ്കിന് ഈട് വേണ്ട നോക്കിയാണ്. അപ്പോൾ നോക്ക പിന്നെ നമ്മൾ തിരിച്ചു വന്ന ആളുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വന്ന ആളുകൾ മാക്സിമം 10 വർഷം ജോലിയെടുത്ത ആളുകൾ 2 വർഷം മുതൽ 10 വർഷം വരെ ജോലിയെടുത്ത ആളുകൾ തിരിച്ചു വന്ന് എന്തെങ്കിലും കാരണത്താൽ നമ്മുടെ സഹോദരൻ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ യാതൊരു സംഘടനയിലും അംഗമല്ലെങ്കിൽ പോലും 1 ലക്ഷം രൂപ ഒന്നും സഹായം ചെയ്യും. നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ
പദ്ധതി ആരോഗ്യത്തിന് അർഹതയുണ്ട്. അവിടെ ജോലി ചെയ്ത കാര്യങ്ങൾ തിരിച്ചെടുത്തു. മറ്റൊന്ന്, തിരിച്ചു വന്ന ആളുകളുടെ എന്തെങ്കിലും അവരുടെ ചിലവൊക്കെ വന്നു കഴിഞ്ഞാൽ 50,000 വരെ സഹായം കൊടുക്കുന്നുണ്ട്. പെൺമക്കളുടെ വിവാഹത്തിന് സഹായം കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സഹായം കൊടുക്കുന്നുണ്ട്. ആശുപത്രി സംരക്ഷണം, ഇത്രയും കാര്യങ്ങൾ നോക്കുക കൊടുക്കുന്നുണ്ട്. തിരിച്ചു വന്ന ആളുകൾക്ക് പുനരധിവാസ പാക്കേജായിട്ട് നിരവധി പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കുന്നുണ്ട്. അതിൽ ഒരു സംശയം വരാം, 60 കഴിഞ്ഞ ആളുകളെ ബാങ്കുകൾ പരിഗണിക്കുക വരണം, 70 വയസ്സ് വരെ ലോൺ പ്രോസസ് ചെയ്യണം. പക്ഷെ അതിന് പകരമായിട്ട് കുടുംബത്തിലുള്ള ഒരു പ്രായമുള്ള ആളെ കൂടി അതിൽ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് പദ്ധതികൾ ചെയ്യാവുന്നതാണ്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ ഇല്ല എന്ന് പറയുന്നത് തത്വത്തിൽ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യപ്പെട്ട